കുറഞ്ഞ മേയർ എന്ന വിശേഷണത്തിന് അർഹയായിരിക്കുമ്പോഴും താൻ എത്രമാത്രം ചീപ്പാണ് എന്ന് തെളിയിച്ചൊരു മേയർ കൂടിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പൊതുസമൂഹത്തിൽ നിന്ന് അഭിപ്രായം ഉയരുന്നു. നമുക്കറിയാം KSRTC ഡ്രൈവർമാരുടെ KSRTC കണ്ടക്ടർമാരുടെ ധാർഷ്ട്യത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ അത്തരം സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവരായിരിക്കാം. പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നില്ല. ചിലരെങ്കിലും ധാർഷ്ട്യം കാണിക്കാറുണ്ട് എന്നതാണ് വാസ്തവം. എനിക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത് ചിലർക്കെങ്കിലും എന്ന്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു KSRTC ഡ്രൈവർക്ക് ഇത്ര ജനപിന്തുണ കാണുന്നത് എന്ന് സാമൂഹ്യ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുമ്പോൾ എത്രമാത്രം ഒരു വെറുപ്പിക്കലാണ് തലസ്ഥാനത്ത് ബസ് തടഞ്ഞ മേയറും മേയറുടെ ഭർത്താവ് MLAയും ചെയ്തത് എന്ന് തന്നെ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ധിക്കാരത്തിന് കുപ്രസിദ്ധി നേടിയിട്ടുള്ള KSRTC ഡ്രൈവർമാർ, അവരിൽ ഒരാൾക്ക് ഇത്രയും ജനപിന്തുണ കേരളത്തിൽ ലഭിക്കുന്നുണ്ട് എങ്കിൽ മേയറും കുടുംബവും നടത്തിയ റോഡ് ഷോ പൊതുജനങ്ങളെ എത്രമേൽ വെറുപ്പിച്ചു എന്നതിൻ്റെ സൂചനയായിട്ടാണ്. വളരെ സരസമായ ഒരു കുറിപ്പാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം മാത്രമല്ല, പൊതുസമൂഹത്തിൽ പലരും പറയുന്ന ഒരു അഭിപ്രായം, വളരെ ക്ഷമയോടുകൂടി ആയിരിക്കണം ആ KSRTCയിലെ ആ ഡ്രൈവർ തുടക്കത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിലും ഒക്കെ ചിലപ്പോൾ ആളെ മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ സന്ധ്യാസമയത്താണ്, മേയറെ അവിടെ പ്രതീക്ഷിക്കുന്നില്ല, ഒരു വാഹനത്തിൽ നിന്നിറങ്ങി ഒരു സ്ത്രീ പെട്ടെന്ന് ആക്രോശിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എങ്കിൽ പോലും ഒരു സ്ത്രീയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നത് അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ടാവാം. ആ വ്യക്തിയെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മാനറിസംസ് കാണുമ്പോൾ ഒരിക്കലും ഒരു സ്ത്രീ അടച്ചാക്ഷേപിക്കുന്ന ഒരാളായിരിക്കും എന്ന് തോന്നുന്നില്ല. അത്തരത്തിൽ അദ്ദേഹം ക്ഷമയോടുകൂടിയായിരിക്കും തുടക്കത്തിൽ ഇടപെട്ടത്. പക്ഷേ മേയറാണ് എന്ന് മനസ്സിലായപ്പോൾ, താൻ ആരാണെന്ന് മനസ്സിലായില്ലേ എന്ന ചോദ്യത്തിന് അപ്പുറം താൻ ആരാണെന്ന് മനസ്സിലാക്കിച്ചു കൊടുത്തപ്പോൾ, കൂട്ടത്തിൽ MLA ആണ് എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ ഗതികേട്, താൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ശമ്പളമില്ലായ്മ, ആ കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെ ഒക്കെ ഒരു ഔട്ട്ബേസ്റ്റാണ് അവിടെ ആ കണ്ടക്ടർ അല്ലെങ്കിൽ അവിടെ ആ ജീവനക്കാരൻ, ആ ഡ്രൈവർ മേയറോട് ചോദിക്കുന്നത്. ശമ്പളം തന്നിട്ട് പറഞ്ഞാൽ പോരെ, ശമ്പളം തന്നിട്ട് ശബ്ദമുണ്ടാക്കിയാൽ പോരെ എന്ന് മറുചോദ്യം ചോദിച്ചു. അത് ഏതൊരു മനുഷ്യനും, ആരും ആരുടെ അടിമയല്ലാത്ത കാലത്ത്, ആരും ആർക്കു വേണ്ടിയും ജോലി ചെയ്യാതെ അവനവന് വേണ്ടി ജോലി ചെയ്യുന്ന ഈ കാലത്ത് മുന്നിൽ വന്ന് നിന്ന് ഒരു കാരണവുമില്ലാതെ, ഒരു ക്ഷമയുമില്ലാതെ, ഒരു നീതിയുമില്ലാതെ ആക്രോശിക്കുമ്പോൾ ആരായാലും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ആ KSRTC ഡ്രൈവർ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം തന്നെയാണ് എല്ലാ ആൾക്കാരും, ഈ പൊതുസമൂഹത്തിലെ ഭൂരിഭാഗം ആൾക്കാരും. പിന്നെ കുറച്ചുപേർ പാർട്ടിയുടെ പേരിൽ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ എന്ന മേയറിനെ അറിയുന്നതിന്റെ പേരിലൊക്കെ ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. എന്തായാലും ശ്രീജിത്ത് പണിക്കർ വളരെ രസകരമായി ഈ ഒരു കാര്യം കുറിച്ചിട്ടുണ്ട്. നമുക്ക് ആ പോസ്റ്റ് വായിക്കാം. ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തലപോക്കും, പിന്നെയാണോ ഉഗ്രവിഷമുള്ള ഇനങ്ങൾ, എടുത്തുകൊണ്ട് പോടാ, റോഡ് നിന്റെ അച്ഛന്റെ വകയാണോ, നിന്നെ പിരിച്ചുവിടുമടാ. നമ്മുടെ ജനസേവകരും ജനപ്രതിനിധികളും ഒക്കെ ജനങ്ങളോട് പെരുമാറുന്ന രീതി, ഭാഷ, ഇതൊക്കെയാണ്. ബസ് തടഞ്ഞു നിർത്തി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടീം ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു. വീഡിയോ എടുത്തവരെ കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യിച്ചു എന്നും കേൾക്കുന്നു. ഡ്രൈവർ തെറ്റ് ചെയ്താൽ അതിന് അന്വേഷിച്ച് നടപടിയെടുക്കാൻ സംവിധാനമുള്ള സംസ്ഥാനമാണിത്. MVD ഉണ്ട്, പോലീസുണ്ട്. അതാണ് രാജ്യത്തെ നിയമം. മേയർക്കും MLAയ്ക്കും ഒക്കെ ഇപ്പോൾ ക്രമസമാധാന പാലന ചുമതലയും ഉണ്ടോ എന്ന് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച ഗുണ്ടായിസം ഇപ്പോഴും കൈവിട്ടിട്ടില്ല. അതെങ്ങനെ? ചെടിച്ചട്ടി കൊണ്ട് ജീവൻ രക്ഷിക്കുന്ന പാർട്ടിക്കാരല്ലേ? മേയർ കുട്ടിയുടെയും MLA സാറിന്റെയും പരാതി പൗലോസേമാന്മാർ സ്വീകരിച്ചു, ഡ്രൈവറുടേത് നിരാകരിച്ചു. ഇനിയിപ്പോൾ പരാതി സ്വീകരിക്കണമെങ്കിൽ ഡ്രൈവർ കോടതിയിൽ പോണമായിരിക്കും. ദൈവം പല രൂപത്തിൽ വരും. ആധുനിക ദൈവങ്ങളും ഒറ്റയ്ക്കും പെട്ടയ്ക്കും വരും. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിൽ വണ്ടി ഇടിച്ചു കയറ്റിയ തമ്പുരാട്ടിക്ക് ഒരു സാധാ ഡ്രൈവറുടെ ധിക്കാരം സഹിക്കുമോ? താൻ തലസ്ഥാനത്ത് റാണി, എതിരികൾ ജാക്കിരതയായി. നാട്ടക്കേസ് അതല്ല. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ മേയറുടെ കൂടെയുള്ള സ്ത്രീയോട്, മേയറോടല്ല കേട്ടോ, മേയറുടെ കൂടെയുള്ള സ്ത്രീയോട് അസംസ്കൃതം കാണിച്ചു അത്രേ. വകുപ്പ് മാറിയില്ലേ? പീഡനം. അവിടെ കൂടി നിന്ന് ഒറ്റയാൾ പ്രതികരിച്ചില്ല. ഇന്നോവ ഭയം. വരി ഉടക്കപ്പെട്ട സമൂഹം അർഹിക്കുന്നത് ഇത്തരം നികൃഷ്ട ജീവികളെ തന്നെ. ചിലരെങ്കിലും രാജഭരണം ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടാണ്. ആനയെ ഭയന്നാ മതിയല്ലോ, ആനപ്പിണ്ടത്തെ ഭയക്കണ്ടല്ലോ. ഈ നാട് കടലെടുത്തു പോകട്ടെ, അതാണ് ഭേദം. ചരിത്രത്തിൽ ആദ്യമാണ് ഒരു KSRTC ഡ്രൈവർക്ക് ഇത്ര ജനപിന്തുണ കാണുന്നത് എന്ന് കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. ശരിയാണ്, രാജഭരണത്തെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, രാജഭരണകാലത്ത് ഇത്രയൊന്നും സാധാരണക്കാരനായ ജനത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോ ആനയും പേടിക്കണം, ആനപ്പിണ്ടത്തെയും പേടിക്കണമെന്ന് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. എന്തായാലും ഈ കണ്ടക്ടർക്കൊപ്പം തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹം മുഴുവൻ. ഒരു സ്ത്രീയാണ് എന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ തുടക്കത്തിൽ മേയർ പറഞ്ഞത് സൈഡ് തന്നില്ല. അതായത് ഒരു ഏകദേശം 24 മണിക്കൂറുകൾക്ക് മുൻപ് മേയർ ഈ ഡ്രൈവർക്ക് നേരെ ഉന്നയിച്ചത് തന്റെ വാഹനത്തിന് സൈഡ് തന്നില്ല എന്നായിരുന്നു. പക്ഷെ അത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാറിയിരിക്കുന്നു. തന്റെ നേരെ അസഭ്യ ചേഷ്ട കാണിച്ചു, ലൈംഗിക ചേഷ്ട കാണിച്ചു. അത്
അത് മേയറോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീക്ക് നേരെയാണ് എന്നും പറഞ്ഞും കേൾക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളെ ഏറ്റവും ക്രൂരമായിട്ട് അപമാനിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ അയാളെ ഒരു കുറ്റവാളിയാക്കുന്നതിനുള്ള ഏറ്റവും വലിയ തുറുപ്പുചീട്ട് ഇന്നത്തെ സ്ത്രീകളുടെ കയ്യിലുള്ളത് തൻ്റെ നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നത് തന്നെയാണ്. ഞാനും ഒരു സ്ത്രീയാണ്, പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. പക്ഷെ സ്ത്രീകളോട് ഒരു അഭ്യർത്ഥനയുണ്ട്, ഒരിക്കലും നിങ്ങളുടെ നേരെ ഒരു പുരുഷൻ അങ്ങനെ ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി മാത്രം അത്തരം ഒരു ആരോപണം ഉന്നയിക്കരുത്. കാരണം അവിടെ തകർന്നു പോകുന്നത് അയാളുടെ ആത്മാഭിമാനം മാത്രമല്ല, ഒരു ജീവിതം മുഴുവനാണ് എന്ന് കരുതി വേണം ഇത്തരം ആരോപണങ്ങൾ തനിക്ക് നേരെ തർക്കിക്കുന്ന ഒരു പുരുഷന് നേരെ ഉന്നയിക്കുമ്പോൾ ഓരോ സ്ത്രീയും ഓർക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.